ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ ഭദ്രാസന ദിന ആഘോഷ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ. മലബാർ മോഡൽ സമാധാനമാണ് സഭയിൽ ആവശ്യം. യാക്കോബായ സുറിയാനി സഭ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ വേളങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ ദേവാലയത്തിൽ നൽകിയ സ്വീകരണത്തിലും ഭദ്രാസന ദിന ആഘോഷ സമ്മേളനത്തിലും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രേഷ്ഠ ബാവ. ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ അലട്ടുന്ന പ്രശ്നമാണ് വിദേശ കുടിയേറ്റം. മാതൃരാജ്യത്തിലേക്ക് തിരിച്ചു വരാത്തതിനാൽ കുടുംബങ്ങളിൽ പ്രായമായവർ തനിച്ചാകുന്നു. വാർദ്ധക്യത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ട കടമ സഭയ്ക്കുണ്ട്. പാലിയേറ്റീവ് കെയർ സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ സഭയിൽ ആരംഭിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2008 മലബാർ ഭദ്രാസനം വിഭജിച്ച് കോഴിക്കോട് ഭദ്രാസനം രൂപം കൊണ്ടപ്പോൾ ആദ്യ മെത്രോപൊലിത്തയായ ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയസിന്റെ 17ാം മെത്രാഭിഷേക വാർഷികവും ആഘോഷിച്ചു. ഭദ്രാസന ശുശ്രൂഷകളിൽ നിന്ന് വിരമിച്ച വൈദികരെയും വിവിധ റാങ്ക് ജേതാക്കളെയും ശ്രേഷ്ഠ ബാവ ആദരിച്ചു. ഭദ്രാസന ദിന ആഘോഷവും അനുമോദന സമ്മേളനവും മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയസ് അധ്യക്ഷനായിരുന്നു. മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തേഫാനോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലിൻഡോ ജോസഫ് MLA, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, വൈദിക സെക്രട്ടറി ഫാദർ ബിജോയ് അറാക്കുടിയിൽ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കോടഞ്ചേരി മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് പെണ്ണാമ്പറമ്പിൽ, ഫാദർ റിനോ ജോൺ, സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം ബേബി ജേക്കബ് PDAക്കൽ, ഭദ്രാസന സെക്രട്ടറി ഫാദർ അനീഷ് കവുങ്ങുംപള്ളി, ജോയിന്റ് സെക്രട്ടറി ബിജു കരിക്കാഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. കോടഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ സിബി ചിരണ്ടായത്, ജോർജ് കുട്ടി വിളിക്കുന്നേൽ, ബിന്ദു ജോർജ്, ചിന്നമ്മ മാത്യു തുടങ്ങിയവരും ഭദ്രാസനത്തിലെ വൈദികരും സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെലവൂർ കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല 30ാം